അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ട് നല്ലൊരു കടച്ചക്ക കറി വെച്ചാലോ. നമ്മുടെ ചിക്കൻ കറിയുടെയൊക്കെ ടേസ്റ്റിലുള്ള ഒരു കടച്ചക്ക കറിയാണ് കേട്ടോ എന്ന് വെക്കണത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കടച്ചക്ക എടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ കടച്ചക്കയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് സബോള, ഇഞ്ചി, വെളുത്തുള്ളി അത്രയാണ് കേട്ടോ എടുത്തത്. സബോള, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ സബോളയൊക്കെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. സബോള ഒന്ന് വാടി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടികളായിട്ട് ഞാനിവിടെ എടുത്തത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടിയും ചിക്കൻ മസാല കൂടിയാണ് കേട്ടോ. പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വച്ചേക്കണം കടച്ചക്ക കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കടച്ചക്ക ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ കടച്ചക്കയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അതുവരെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ അതിനിടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. കടച്ചക്കയിൽ വെള്ളം ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കടച്ചക്കയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാത്തിനും പറ്റണ ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അത്. അപ്പോൾ കടച്ചക്ക വെച്ച് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണേ. പിന്നെ എന്താ, എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.